നമസ്കാരം. ഞാൻ ഹരിപ്പാട് കെ.എസ്. പണി. കഴിഞ്ഞ വീഡിയോയിൽ ശരീരശാസ്ത്രത്തിലെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഫംഗ്ഷനാണ് പറഞ്ഞത്. ഭൗതികമായും ആത്മീയമായും തലത്തിൽ ശ്വാസകോശത്തിന് ഉള്ള പങ്ക് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിക്കുകയുണ്ടായി. വീഡിയോയിൽ ശ്വാസമാണോ പ്രാണൻ എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണമാണ് പ്രാണൻ എന്ന തലത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് പ്രാണൻ എന്നാൽ എന്ത്, അത് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. ശരീരശാസ്ത്രത്തിന് രണ്ട് പ്രമുഖ ഭാഗങ്ങളുണ്ട്. ഒന്നിൽ ശരീരനിർമ്മിതിയുടെയും മറ്റതിൽ വിവിധ അംശങ്ങളുടെയും കൃത്യങ്ങളുടെയും വർണ്ണനയാണുള്ളത്. പ്രാണനിൽ തന്നെ നമുക്ക് പ്രാണനെ മുഖ്യപ്രാണൻ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മുഖ്യപ്രാണൻ തന്നെ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നമുക്ക് അതിൻ്റെ പേരറിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ഗ്രഹിക്കാം. പ്രാണൻ, സമാനൻ, ഉദാനൻ, അപാനൻ, വ്യാനൻ, ഇങ്ങനെ 5 പ്രാണന്റെ പേരാണുള്ളത്. ഒരു പ്രാണൻ തന്നെ പിരിഞ്ഞ് 5ആയിട്ട് പിരിഞ്ഞ് പിന്നെ ഉപപ്രാണന്മാർ 5 ഉണ്ട്. അങ്ങനെ 10 പ്രാണനാണ് പറയുന്നത്. പക്ഷെ ഈ 5 പ്രാണന്റെ ശരിയായിട്ടുള്ള ഫംഗ്ഷനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ ഈ മുഖ്യപ്രാണൻ എന്ന് പറയാൻ രാജാവിനെ പോലെ മറ്റു പ്രാണന്മാർക്ക് ജോലികളും സ്ഥാനവും വിഭജിച്ചു കൊടുക്കുകയും ചില വിശേഷ ജോലികൾ സ്വന്തം അധീനത്തിൽ വെക്കുകയുമാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്ന് വസിക്കുന്നതെന്ന് പറയാം മനസ്സിലാക്കാം. പ്രാണൻ വസിക്കുന്ന പ്രാണൻ വസിക്കുന്ന ഹൃദയത്തിലാണ്. ഇനി പ്രാണനെ പറ്റി പറയുമ്പോൾ പ്രാണനെ അറിയാത്തവര്, അതായത് പ്രാണന്റെ ശരിയായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അറിയാത്തവര് നമ്മുടെ ജനങ്ങളിൽ അനേകമുണ്ട്. പ്രാണൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ എനർജിയാണ് പ്രാണൻ എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ പ്രപഞ്ച പ്രാണനിൽ നിന്നും അംശമായി ഉൾക്കൊണ്ടുകൊണ്ട് എനർജിയുടെ തലത്തിൽ സ്പന്ദന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണൻ തന്നെ ഒരു ശരീരത്തിൽ നമുക്ക് മനുഷ്യശരീരത്തെക്കുറിച്ച് എടുക്കാം. മനുഷ്യശരീരത്തിൽ 5ആയിട്ട് പിരിഞ്ഞ് 5 ഫംഗ്ഷൻ ചെയ്യുന്നു. അതിൽ മുഖ്യ പ്രാണൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ സ്ഥിതമാണ്. ഹൃദയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവന്റെ സ്ഥാനമാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജീവന്റെ സ്ഥാനത്തിന്റെ ജീവന്റെ കൂടെ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ എനർജിയാണ്. അപ്പൊ ഇതിനെ പ്രശ്നോപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നോപനിഷത്തിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ പ്രാണനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജീവന്റെ മുഖ്യധർമ്മം ജീവിതം സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കിത് മനസ്സിലാക്കണം. ഇതിനാവശ്യം നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ നികത്തുകയാണ്. അതായത് നമ്മൾ എന്താണോ ശരീരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ നികത്തുകയാണ് ജീവന്റെ മുഖ്യധർമ്മം. നിലനിർത്തുകയാണ് മുഖ്യന്റെ ധർമ്മം, അതായത് മുഖ്യധർമ്മം എന്ന് പറയും. അന്നത്തിന്റെ സഹായത്തോടു കൂടിയാണ് നഷ്ടം നികർത്ത പ്രക്രിയ നടക്കുന്നത്. നഷ്ടം നികത്തുക എന്നുള്ളത് അന്നത്തിന്റെ ജോലിയാണ്. അന്നമാണ് നമ്മുടെ അന്നാത് ഭവതി ഭൂതാനി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാന തത്വം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. അന്നമാണ് നമ്മൾ പരിപോഷിപ്പിച്ച് ശരീരത്തെ വളർത്തി ശരീരത്തിന്റെ ധർമ്മം അന്നം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മരണം വരെ അന്നമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്നം വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ അർത്ഥത്തിൽ ജലം, വായു എന്നിവയും അതിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. സാധാരണ മനുഷ്യൻ പ്രതിദിനം 3 കിലോഗ്രാമിൽ കുറഞ്ഞ ഖരസാധനങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്നത് ചിലർ 3.5 യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം 5 കിലോ കഴിക്കുന്നവരും കാണുമായിരിക്കും, 10 കിലോ കഴിക്കുന്നവരും കാണുമായിരിക്കും. ഇല്ലേ, ചാപ്പാട്ടുരാമൻ എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ ആഹാരം, അവൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഈ ആഹാരം എങ്ങോട്ട് പോകുന്നു നമുക്ക് തോന്നിപ്പോകും. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 1.5 കിലോഗ്രാമെങ്കിലും ദ്രവം കൂടി നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിക്ഷണം, അതായത് ഓരോ ക്ഷണത്തിലും ശ്വാസം കഴിക്കുന്നുമുണ്ട്. ഇതെല്ലാം ആലോചിച്ചോണം. നമ്മുടെ ശരീരത്തോട്ട് എത്തുന്ന സാധനങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് കരമുണ്ട്, ദ്രവമുണ്ട്, അതിൻ്റെ കൂടെ ശ്വാസം കൂടി, വായു കൂടി എത്തുന്നു. വായു നാസികയുടെ സമീപത്തുണ്ട്.
ഇല്ലേ? നമ്മളെങ്ങും ഇതിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന് ജീവവായു എന്ന് പറയുന്നത് വായുവിൽ നിന്ന് കിട്ടുന്ന മുഖ്യ ഘടകങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ശ്വാസം നമ്മുടെ മൂക്കിൻ്റെ തുമ്പിലിരിക്കുക, നമുക്ക് എടുത്താൽ മാത്രം മതി. എന്നാൽ ജലവും ഭക്ഷണവും വായുടെ അടുത്തില്ല എന്ന് മനസ്സിലാക്കണം. വായുടെ അടുത്ത് ഈ രണ്ട് സാധനം ഇല്ല. അതിനെന്ത് വേണം? അത് തേടി നേടണം. ഇതിനെ പ്രധാന പങ്ക് വഹിക്കുന്നത് കണ്ണും ചെവിയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണ് ഈ രണ്ട് പദാർത്ഥങ്ങൾ അതായത് ഈ പറയുന്ന ജലവും ഖരമായിരിക്കുന്ന അന്നവും നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഈ രണ്ട് സാധനങ്ങൾ അത്യാവശ്യമാണ്, കണ്ണും ചെവിയും. ദൂരവർത്തിയായ വസ്തുക്കളുടെ വിവരം അറിയിക്കുന്നതാണ് ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ, അല്ലേ? കണ്ണ് കാണാനും ചെവി കേൾക്കാനും. കാണാത്തിടത്ത് അന്യരിൽ നിന്ന് കേട്ടറിയുന്നു. എവിടെയാണുള്ളത്? റേഷൻ കട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴി പറഞ്ഞു തന്നാൽ അവിടെ പോയി എന്തിനാ? അന്നം മേടിക്കാനാ. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ ഇന്ന സൂപ്പർ മാർക്കറ്റ് എവിടെയാണ്, ഒരു ബേക്കറി എവിടെയാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിയുന്നത് കണ്ണുകൊണ്ട് കണ്ട് ആ സാധനത്തെ നമ്മൾ എടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അന്യരിൽ നിന്ന് കേട്ടറിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭക്ഷണപാനീയങ്ങളുടെ സമ്പാദനത്തിൽ കണ്ണും ചെവിയും വായും സഹായിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഘടകങ്ങളാണ് ഈ കണ്ണും ചെവിയും വായും എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വളരെ ചെറിയ കുട്ടി എന്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും വായിലേക്കാണ് കൊണ്ടുപോകുന്നത്. വേറെ കണ്ണിലേക്ക് കൊണ്ടുപോകത്തില്ല, മൂക്കിലേക്ക് കൊണ്ടുപോകത്തില്ല, എന്തും വായിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ജന്മാന്തരമായിട്ട് വായ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് അറിവ് പകർന്നു കൊടുക്കാതെ തന്നെ ഒരു കൊച്ചുകുട്ടി എന്ത് കയ്യിൽ കിട്ടിയാലും വായിലേക്കുണ്ട്. അതുകൊണ്ടാണ് കുട്ടിയുടെ അടുത്ത് മറ്റ് മലിനമായിട്ടുള്ള വസ്തുക്കളോ അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള വസ്തുക്കളോ ഒന്നും വെക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ത് കയ്യിൽ കിട്ടിയാലും അത് ഉപയോഗിക്കുന്ന അത് വായിലേക്കായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രാണനാകട്ടെ ഭക്ഷണപാനീയങ്ങളെയും വായുജലം എന്നിവയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്ന ജോലിയാണ് നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രാണന്റെ പ്രധാന ഘടകം ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതായത് അത് ഭക്ഷണപാനീയങ്ങളെയും വായുജലം എന്നിവയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക അതിൻ്റെ പ്രധാന ജോലിയാണ് എന്ന് മനസ്സിലാക്കണം. വായ, കണ്ണ്, മൂക്ക്, ചെവി എന്നിവ പ്രാണന്റെ പ്രവർത്തന മേഖലയാകുന്നു. പ്രാണന്റെ പ്രവർത്തന മേഖല ഇപ്പം മുകളിൽ പറഞ്ഞു. കണ്ണ്, വായ, മൂക്ക്, ചെവി എന്നിവയാകുന്നു. ഇവ കൊണ്ടാണ് ഭക്ഷണം തേടുന്നതും ഭക്ഷണത്തെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് കടത്തുന്നതും ഇതിൽ കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസവും നമ്മൾ എടുക്കുന്നുണ്ട്. മൂക്കിൽ കൂടി എടുക്കുന്നത്, വേറെ എങ്ങും എടുക്കുന്നില്ല. ഇവിടെ എല്ലാം പ്രാണന്റെ പ്രാണന്റെ ഫംഗ്ഷനാണത് മനസ്സിലാക്കണം. അതുപോലെ വായ്ക്കകത്തിൽ ജലം ഒഴിച്ചതിന് ശേഷം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് വയറ്റിലെത്തുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളിലെത്താനുള്ള ഒരു ത്വര നമുക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജലമെടുത്ത് വായിലോട്ടൊഴിച്ച് അത് വയറ്റിലെത്തുന്നു. ഭക്ഷണവും കഴിക്കുമ്പോൾ പല്ലും നാക്കും ഉമിനീർ ഗ്രന്ഥികളും ചേർന്ന് ഭക്ഷണത്തിന് ജലം ലയിക്കുവാൻ പര്യാപ്തമാക്കുന്നു. ജലത്തിൽ കൂടിയാണ് ഇതെത്തുന്നത്. ഉമിനീരെന്ന് പറയാൻ ജലമാണ്. അപ്പോൾ ജലത്തിൽ കൂടിയാണ് ഈ സാധനം ഉള്ളിലെത്തുന്നത്. നല്ലതുപോലെ ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിൽ ഡൈജഷൻ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഉമിനീര് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. വയറ്റിലെ രാസപ്രക്രിയകൾ അന്നത്തെ രസരക്താദിയായി പരിവർത്തനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്നത്തിന് നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, സാമ്പാർ, ചോറ് ഇവയെല്ലാം തന്നെ വായിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്ത് മാംസവും രക്തവും എങ്ങനെയുള്ള പല അസ്ഥിയായും അതുപോലെ മജ്ജയായും ഒക്കെ രൂപാന്തരപ്പെട്ടു പോകുന്നതിൻ്റെ പരിവർത്തനം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രാണന്റെ പ്രധാനപ്പെട്ട മുഖ്യമായ കുറേ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ശരീരമധ്യമായ പാചക കേന്ദ്രത്തിൽ അത്രേ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം മൊത്തം നടക്കുന്നത് ശരീരത്തിൻ്റെ മധ്യം, അതായത് വയറ്. നമുക്കറിയാം വയറിൻ്റെ ഭാഗത്ത് അന്നം ദഹിപ്പിക്കാനുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അത് വ്യക്തമായിട്ട് നമ്മൾ ധരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അന്നം ഭുജിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്ത് രക്തവും അതുപോലെ തന്നെ മജ്ജയും മാംസവും ഒക്കെയായിട്ട് എങ്ങനെ എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സമാനൻ എന്ന് പറയുന്ന പ്രാണന്റെ ആസ്ഥാനം എവിടെയാണ്? ഈ ഇരിക്കുന്ന
മധ്യഭാഗത്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുപോലെ ശേഷിക്കുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നത് ഒരു പ്രാണനാണ്. നമ്മുടെ ശരീരത്തിൽ പൊക്കിളിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നാഭിക്ക് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാണനാണ് അപാനൻ എന്ന് പറയുന്നത്. ഈ പ്രാണനാണ് വിസർജ്യ വസ്തുക്കളെയും അതുപോലെ തന്നെ വായു, ദുഷിച്ച വായുവിനെയൊക്കെ പുറത്തോട്ട് തള്ളണമെങ്കിൽ അപാനന്റെ പ്രവർത്തനം വേണം. അപാനനില്ലാതെ ഒരു കാരണവശാലും ഈ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന് ശേഷം പ്രസവിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുട്ടിയെ പുറന്തള്ളുന്നതും ഈ പറയുന്ന അപാനൻ തന്നെയാണ്. അതുകൊണ്ടാണ് അപാനൻ കയറി കുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുമ്മൻ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ഈ ഗുമ്മൻ എന്ന് പറയുന്നത്. അത് അപാനവായു അവിടെ തങ്ങിക്കിടക്കുന്നുണ്ട്. അപാനവായു പുറത്തേക്ക് പോകാതിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ സമാന പ്രാണൻ അന്നത്തിന് രസവും രക്തവുമാക്കി പരിവർത്തനം ചെയ്യുന്നത്, അവയെ യഥായോഗ്യം യഥാസ്ഥാനങ്ങളിൽ യഥാക്രമം എത്തിക്കുന്നതിനാണ് ഈ ജോലി നിർവഹിക്കുന്നത്. അതായത് സമാനന്റെ ജോലി എന്ന് പറയുന്നത് ഉണ്ടാക്കി വെക്കുക മാത്രമല്ല, ഇത് ശരീരത്തിലെങ്ങും വ്യാപിപ്പിക്കേണ്ട ഒരു ജോലി കൂടി ഒരു പ്രാണനുണ്ട്. ആ പ്രാണന്റെ പേരാണ് വ്യാനപ്രാണൻ എന്ന് പറയും. വ്യാനനാണ് ശരീരത്തിലെ ഈ പറയുന്ന രക്തത്തെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അന്നം പചിപ്പിക്കുന്ന എല്ലാ സാധനത്തെയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർക്കുന്നത്. വൃക്ഷത്തിൻ്റെ തായ്ക്കടിയിൽ നിന്ന് ശാഖകളും ഉപശാഖകളും പുറപ്പെടുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് 101 നാഡികളും അവയിൽ ഓരോന്നിലും നിന്ന് 72,000 നാഡികൾ വീതവും ഉത്ഭവിക്കുന്നു. ആകെ 72,72,00,000 നാഡികൾ. ഇങ്ങനെയൊരു കണക്ക് ആധുനിക ശരീരശാസ്ത്രവുമായി പൊരുത്തപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. കാര്യം ശരീരശാസ്ത്രം കണ്ടുപിടിക്കാത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്നത്. നമ്മുടെ യോഗികൾ ധ്യാന മനനാദികളിൽ കൂടി വളരെ ചെറിയ നാഡികൾ പോലും കണ്ടുപിടിച്ച് പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് 72,72,00,000 നാഡികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അത് ഇന്നും വൈദ്യശാസ്ത്രത്തിന് അജ്ഞാതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഉപനിഷത്ത് രസിച്ച ആചാര്യൻ അർത്ഥഹീനമായിട്ടൊരു വിവരം നൽകുമെന്ന് ഊഹിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ ഉപനിഷത്തിലിരിക്കുന്ന ഒരു കാര്യം പോലും കള്ളമാണെന്ന് പറയാൻ സാധ്യമല്ല. കാര്യം അത് യോഗികൾ ധ്യാനത്തിൽ കൂടിയും മനനത്തിൽ കൂടിയും കണ്ടുപിടിച്ച വ്യവസ്ഥിതിയാണ്. അതിനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഇത് കള്ളമാണെന്ന് പറയാൻ സാധ്യമല്ല. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അസംഖ്യം നാഡികൾ ശരീരമാസകലം വ്യാപിച്ചിരിക്കുന്നുവെന്നും ആ വ്യാപന പ്രക്രിയയുടെ അധിപൻ വ്യാനപ്രാണനാണെന്നും മാത്രമാണ് അർത്ഥം. ഇതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്. ഇത്രയും, അതായത് നിന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉത്തരം നൽകുന്നത് പെട്ടെന്നാണ്. അത് എണ്ണിത്തീർക്കാൻ പ്രയാസമായൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളെ എണ്ണാനും തുനിയത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന നാഡികളിൽ ഇത്രയും തന്നെ നാഡിയുണ്ടെന്ന് സങ്കല്പിച്ചേ മതിയാവും. ആധുനിക ശാസ്ത്രത്തിനും കൃത്യമായി ശരീരത്തിലെ സങ്കീർണമായ ഘടനയെ പറ്റി വിശദീകരിക്കാൻ സുസാധ്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആധുനിക ശാസ്ത്രം ഇപ്പോഴും ഇനിയും കണ്ടുപിടിക്കാൻ കിടക്കുന്ന ശരീരത്തിൻ്റെ മറ്റു ഘടകങ്ങളുണ്ട്. അത് പക്ഷേ ഇപ്പോഴും ആധുനിക ശാസ്ത്രത്തിന് ആ തലത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ദാർശനിക വീക്ഷണത്തിൽ പ്രാധാന്യമുള്ള വിഷയം ഇതുതന്നെയാണ്. ശരീരത്തിൽ എങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിതരണ മണ്ഡലം ഹൃദയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു എന്നും ഇത് വ്യാനപ്രാണന് അധീനവുമാണെന്ന് നിഷ്കർഷയും ചെയ്തിട്ടുണ്ട്. വ്യാനപ്രാണനാണ് ഇതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാനൻ എന്ന് പറയുന്നത് മറ്റു പ്രാണനെക്കാട്ടിൽ സമാന പ്രാണനെക്കാട്ടിലും അതുപോലെ തന്നെ മറ്റു പ്രാണനെക്കാട്ടിലും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നൊരു പ്രാണനാണ് വ്യാനപ്രാണൻ. പാചകമണ്ഡലത്തിൻ്റെ ജോലി തുടങ്ങുന്നത് കണ്ണ്, മൂക്ക്, ചെവി, വായി എന്നിവയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇവയെല്ലാം വിഷയാസക്തങ്ങളായിരുന്നപ്പോൾ ജഠരാഗ്നി, അതായത് വിശപ്പ് കത്തിജ്വലിച്ചത് മൂലം വിഷവസ്തുക്കളെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശക്കുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അത് ടോക്സിൻ ധാരാളമുണ്ട്. ആ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പുറന്തള്ളപ്പെട്ടില്ല എങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന
പ്രശ്നങ്ങൾ ഏറെയാണെന്ന് ഇപ്പോൾ വൈദ്യശാസ്ത്രവും പറയുന്നുണ്ട്. വിശപ്പെന്ന അഗ്നി ആളിക്കത്തിയ ഉദരത്തിൽ അംശാംശമായി വീഴ്ത്തിയ ആഹൂതിയിൽ നിന്ന് 7 ജ്വാലകൾ ഉത്ഭവിച്ചു. ഈ സപ്തജ്വാലകളാണ് സംതൃപ്തിയുടെ ബഹിർസ്ഫുരണം എന്ന പോലെ നിറഞ്ഞ 2 കണ്ണ് എന്ന് പറയുന്നത്, 2 കുക്ഷികളുടെ കണ്ണ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കിനി നോക്കാം. വിശപ്പ് തീരുന്ന സമയത്ത്, അതായത് ശരിക്കും ഏതൊരു വ്യക്തിയാണോ ഭക്ഷണം കാത്തിരുന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ഈ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഇടി, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ആ ഭക്ഷണത്തോടുള്ള ആർത്തി, മനുഷ്യന് അന്നത്തോടുള്ള ആർത്തി ഒരിക്കലും കുറയാറില്ല. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളമൂറുന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് ധരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഇതിലാണ് ജീവിക്കുന്നത്. ഇതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മറ്റൊന്ന് തേടേണ്ട ആവശ്യമില്ല. അതിൻ്റെ രുചി നമ്മുടെ നാക്കിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം അതിനോടുള്ള ആ ഒരു താല്പര്യം മൂലം നമ്മുടെ വിശപ്പ് ആളി കത്തുമ്പോൾ സംതൃപ്തമായ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന കണ്ണിൻ്റെ തിളക്കം, അത് വ്യക്തമായിട്ട് ഒരാൾ സദ്യ ഉണ്ട് ഇറങ്ങി വരുന്നവരുന്നെ ഒരു 2 എമ്പൊക്കം വിട്ട് ഇറങ്ങി വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ വ്യക്തി ഈ സദ്യ കൊണ്ട് ഇറങ്ങി വരികയാണ്, ഈ വ്യക്തിക്ക് കൃത്യമായിട്ടും വിശപ്പ് ഇപ്പം തീർന്നിരിക്കുന്നു, സംതൃപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉദാനനെ കുറിച്ചാണ്. ഉദാനൻ എന്ന് പറയുന്ന 5ാമത്തെ പ്രാണനാണ് ഉദാനൻ. ഇതിൻ്റെ ജോലി ഉപരിഗമനവും ഗമിപ്പിക്കലുമാണ്. ഇതാണ് വളരെ പ്രധാനം, അതിലും പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ്. ഉദാന പ്രാണന് ഒന്നും ചെയ്യാതെ ശരീരത്തിൽ ഇരിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് ധരിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ, കർത്തവ്യങ്ങളുടെ, കടമകളുടെ എല്ലാം ഒരാകത്തുക പരിശോധിക്കുന്ന ഉദാഹരണമാണ്. പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും എല്ലാം ഒരു കണക്ക് വെക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു പ്രാണനാണ് ഈ പറയുന്ന ഉദാന പ്രാണൻ. ഭഗവാൻ ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ ഇതിനെ പറയുന്നത് സുഷുമ്ന എന്നു പേരുള്ള ഊർധ്വഗാമിനിയായ നാഡിയുണ്ട്. അതൊന്നുകൊണ്ട് മാത്രമാണ് ജീവാത്മാവിനെ പുണ്യകർമ്മങ്ങളിൽ അഥവാ വേദാദി ശാസ്ത്രോക്തമായ കർമ്മങ്ങളിൽ ദേവാദി അഥവാ പ്രകാശാദി പുണ്യലോകങ്ങളെ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അവണ്ണം വിപരീതമായ പാപകർമ്മങ്ങളാൽ, അതായത് വേദവിരുദ്ധ കർമ്മങ്ങളാൽ നരകത്തെ പ്രാപിക്കുവാൻ നയിക്കുന്നതും പുണ്യം പാപം എന്നീ പരസ്പര വിരുദ്ധ കർമ്മങ്ങളാൽ മനുഷ്യലോകത്തെ പ്രാപിക്കാൻ നയിക്കുന്നതും ഉദാന പ്രാണന്റെ കഴിവാണെന്ന് പറയുന്നുണ്ട്. വേദം പറയുന്നതാണ്, ഇത് ഞാൻ പറയുന്നതല്ല. ജീവിതകാലം മുഴുവൻ ഉദാന പ്രാണൻ വെറുതെ ഇരുന്ന് മരണകാലമാകുമ്പോൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ മനുഷ്യലോകത്തിലേക്കോ ആത്മാവിനെ നയിക്കുമെന്ന് ചിലർ ഭാഷ്യപ്പെടുത്തി കാണുന്നുണ്ട്. അത് തെറ്റായ ധാരണയാണെന്നും അത് തുച്ഛ ബുദ്ധികളുടെ അനധികൃതമായ പെരുമാറ്റമാണെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഭാഷ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ ശങ്കരാചാര്യർ പറഞ്ഞാണ് എൻ്റെ കറക്റ്റ്. നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഉദാന പ്രാണൻ നമുക്ക് വേണ്ടുന്ന, അതായത് നമ്മുടെ പുണ്യപാപങ്ങളുടെ കർമ്മങ്ങളുടെ എല്ലാം വിലയിരുത്തൽ നടത്തി അവസാനം നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് എവിടോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിക്കുന്ന ഉദാന പ്രാണനാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായി 5 പ്രാണനെ കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാവും. താൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും തരത്തിൽ ജീവിക്കണമെന്നും എങ്ങനെ ജീവിച്ചു പോയാൽ തനിക്ക് എതിലേക്ക് എത്തണമെന്നും എല്ലാം പ്രാണന്റെ വിലയിരുത്തലാണെന്ന് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ആധ്യാത്മിക തലത്തിൽ ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കും. നമസ്കാരം.